ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണത്തിൽ ഭർത്താവ് സോണിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസ്. കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. സജിയെ മർദ്ദിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ലെന്ന് സോണി പോലീസിനോട് പറഞ്ഞു. സജിയുടെ മരണകാരണം തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമെന്ന പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. നിഷ ദിലീപ് വിവരങ്ങളുമായി ചേരുന്നു. നിഷ, വിശദാംശങ്ങൾ. ഉണ്ടായിരുന്ന പ്രതി സോണിയുടെ അറസ്റ്റ് അല്പസമയം മുമ്പ് ചേർത്തല പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ഇപ്പോൾ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൊലപാതക കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പ്രതിയായ ഈ സോണിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അമ്മയും അച്ഛൻ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന 19 വയസ്സുകാരിയായ മകളുടെ പരാതിയിലാണ് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് സംസ്കരിച്ച സജി എന്ന വീട്ടമ്മയുടെ മൃതദേഹം ഇന്നലെ കല്ലറ പൊളിച്ച് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സജിയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി വീണ്ടും മുട്ടം പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു കഴിഞ്ഞു. ഈ അതായത് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനങ്ങൾ അനുസരിച്ച് സജിയുടെ തലയോട്ടിക്ക് പിന്നിൽ ക്ഷതമേറ്റിരുന്നതായും തലയോട്ടിക്ക് പിന്നിൽ പൊട്ടലുകൾ ഉണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവവും ഈ ക്ഷതവും ഒക്കെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. എങ്കിലും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രമേ വരികയുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും കൊലപാതക കുറ്റം അടക്കം പ്രതിക്കെതിരെ ചുമത്തണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. അനു. ശരി നിഷ.